പൊതുവഴിയരികിൽ ഒരു യുവാവ് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കുറ്റപത്രം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. അന്തിമ റിപ്പോർട്ടിലെ അവകാശവാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചാലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 292 വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റവും ഹർജിക്കാരനെതിരെ ചുമത്താൻ കഴിയില്ലെന്ന് ഹർജിക്കാരൻ ഹൈക്കോടതി മുൻപാകെ വാദിച്ചു. പൊതുസ്ഥലത്ത് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണുന്നത് കുറ്റകരമാണോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലുള്ള ചോദ്യം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അശ്ലീല വീഡിയോകൾ ആക്സസ് ചെയ്യുന്നത് മുമ്പത്തേക്കാളും എളുപ്പമാണെന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും അത് ഓൺലൈനിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകുമെന്നും ഈ വിഷയത്തിൽ വിധി പറയുന്നതിനിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചു. മറ്റുള്ളവരെ കാണിക്കാതെ അശ്ലീല വീഡിയോ സ്വകാര്യമായി കാണുന്നത് കുറ്റകരമല്ലെന്ന് കോടതി പറഞ്ഞു. ഇത് കാണുന്നത് വ്യക്തിപരമായ തീരുമാനമാണ്, അതിൽ ഇടപെടുന്നത് സ്വകാര്യതയുടെ ലംഘനമായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗികതയോ അശ്ലീല വീഡിയോകൾ സ്വകാര്യമായി കാണുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയായി കണക്കാക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. അവ നിയമപരമാണോ അല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് നിയമനിർമ്മാതാക്കളാണ്, കോടതിയല്ല. ഈ പ്രവൃത്തികൾ കുറ്റകരമാണോ എന്ന് നിർണ്ണയിക്കുക മാത്രമാണ് കോടതിയുടെ ചുമതല. അശ്ലീല ഫോട്ടോയോ വീഡിയോയോ സ്വകാര്യമായി കാണുന്നത് IPC 292 വകുപ്പ് പ്രകാരം കുറ്റകരമല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കി. അതുപോലെ മൊബൈൽ ഫോണിൽ സ്വകാര്യമായി അശ്ലീല വീഡിയോ കാണുന്നത് IPC 292 വകുപ്പ് പ്രകാരം കുറ്റകരമല്ല. എന്നിരുന്നാലും കുറ്റാരോപിതൻ ഏതെങ്കിലും അശ്ലീല വീഡിയോകളോ ഫോട്ടോകളോ പ്രചരിപ്പിക്കുകയോ വിതരണം ചെയ്യുകയോ പരസ്യമായി പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ IPC 292 വകുപ്പ് പ്രകാരമുള്ള കുറ്റം സ്ഥാപിക്കപ്പെടും. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായി അംഗീകരിച്ചാലും IPC 292 വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റവും ഹർജിക്കാരനെതിരെ ചുമത്താൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹർജിക്കാരനെതിരെയുള്ള എല്ലാ നടപടികളും റദ്ദാക്കി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.